നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേജ്രിവാളിനെ കൂടുതൽ കുടുക്കാൻ ആപ്പിളിനെ സമീപിച്ച് ഇഡി. ലക്ഷ്യം പാസ്വേഡ് കണ്ടെത്തുക. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കാനാണ് ഇഡി ആപ്പിൾ കമ്പനിയെ ഇപ്പോൾ സമീപിക്കുന്നത്. ഏതായാലും തന്ത്രപരമായ നീക്കമെന്ന വിലയിരുത്തൽ സജീവമാണ്. ഫോണിന്റെ പാസ്വേഡ് കേജ്രിവാൾ നൽകുന്നില്ലെന്നും അതുകൊണ്ടാണ് കമ്പനിയെ സമീപിച്ചതെന്നും ഇഡി അധികൃതർ പറഞ്ഞു. കേജ്രിവാളിന്റെ ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ഈ നിസ്സഹകരണവും ഇഡി ചർച്ചയാക്കും. അതിനിടെ ഫോണിലെ രഹസ്യം ചോർത്താനാണ് ഇഡി ശ്രമമെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു. ഐഫോൺ ആയിരുന്നു കേജ്രിവാൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ വീണ്ടെടുക്കലിന് ഇഡിക്ക് സ്വന്തമായി കഴിയില്ലെന്നാണ് സൂചന. കേജ്രിവാളിനെതിരായി ഇലക്ട്രോണിക് തെളിവുകളൊന്നും കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. ഇലക്ട്രോണിക് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും വിലപ്പെട്ട തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് മറികടക്കാനാണ് ഇഡിയുടെ നീക്കം. ഇഡി പറയുന്ന ഫോൺ 1 വർഷം മുൻപ് മാത്രമാണ് താൻ ഉപയോഗിച്ചതെന്നും മദ്യനയ അഴിമതി നടന്നുവെന്ന് പറയുന്ന സമയത്ത് മറ്റൊരു ഫോണാണ് ഉപയോഗിച്ചിരുന്നതെന്നുമാണ് കേജ്രിവാൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇഡി മുഖവിലക്കെടുത്തിട്ടില്ല. കേജ്രിവാൾ ഉപയോഗിച്ചിരുന്ന 4 മൊബൈൽ ഫോണുകൾ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പാസ്വേഡ് കൈമാറിയില്ലെന്നും ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ലെന്നാണ് കേജ്രിവാളിന്റെ അഭിപ്രായം. എന്നാൽ ഇത് ഇഡി മുഖവിലക്കെടുക്കുന്നില്ല. ഫോൺ പരിശോധിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണെന്നാണ് AAP ആരോപിക്കുന്നത്. മൊബൈൽ ഫോൺ ഡാറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ AAPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യവും സംബന്ധിച്ച വിശദാംശങ്ങൾ ഇഡിക്ക് ലഭിക്കുമെന്നാണ് ആക്ഷേപം. ഇതിനുവേണ്ടിയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് വരുത്താനാണ് ആം ആദ്മി ശ്രമം. അതേസമയം കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ദിവസവും 5 മണിക്കൂറോളമാണ് കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ഇഡി പറയുന്നത്. എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, BRS നേതാവ് K കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിയെന്നാണ് ഇഡി ആരോപണം. വ്യവസായികളായ ശരത് റെഡ്ഡി, മകുദ ശ്രീനിവാസലു റെഡ്ഡി, K കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിനെ 2021-22 പുതിയ മദ്യനയം അനുസരിച്ച് ആകെയുള്ള 32 സോണുകളിൽ 9 എണ്ണം ലഭിച്ചു. മൊത്ത കച്ചവടക്കാർക്ക് 12% മാർജിനും ചെറുകിടക്കാർക്ക് 185% ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം. ഈ 12%-ൽ നിന്ന് 6% മൊത്ത കച്ചവടക്കാരിൽ നിന്ന് തിരികെ AAP നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനം എന്നാണ് ഇഡിയുടെ ആരോപണം. ഇത്തരത്തിൽ 100 കോടി രൂപ AAPക്ക് ലഭിച്ചുവെന്നാണ് ഇഡി പറയുന്നത്. ഏപ്രിൽ 1 കഴിയുന്ന കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി നീട്ടിക്കിട്ടാനുള്ള നീക്കവും ഇഡി നടത്തുന്നുണ്ട്. അല്ലാത്തപക്ഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കും. മദ്യനയ അഴിമതി കേസിൽ കുറ്റം രജിസ്റ്റർ ചെയ്തിട്ടുള്ള CBIയും കേജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മദ്യനയ കരട് ഉപയോഗിച്ച് അനധികൃതമായി 100 കോടി രൂപ സമ്പാദിക്കുകയും അതിൽ 45 കോടി 2021-22 ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിനിയോഗിക്കുകയും ചെയ്തു. കസ്റ്റഡി സമയത്ത് കേജ്രിവാളിനെ ജയിലിൽ കഴിയുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെയും മുൻ പേഴ്സണൽ സെക്രട്ടറി C അരവിന്ദിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേജ്രിവാളിന്റെ വസതിയിൽ മദ്യനയം സംബന്ധിച്ച് കരട് മന്ത്രിമാരുടെ സമിതി റിപ്പോർട്ട് അരവിന്ദിന് കൈമാറിയെന്നാണ് റിമാൻഡ് അപേക്ഷ. കേസുമായി ബന്ധമുള്ള 1-2 പ്രധാന വ്യക്തികളെ കൂടി മുഖ്യമന്ത്രിയോടൊപ്പം ചോദ്യം ചെയ്തിരുന്നെങ്കിലും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. 5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. കേസിലെ മറ്റൊരു കുറ്റാരോപിതനായ ആം ആദ്മി മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർക്ക് തന്റെ ഔദ്യോഗിക വസതി ഉപയോഗിക്കാൻ കൈലാഷ് അനുമതി നൽകിയില്ലെന്നാണ് ഇഡി ആരോപിക്കുന്നത്. മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കിയ സമിതിയിലും കൈലാഷ് അംഗമായിരുന്നു. ഇപ്പോഴും തുടരുകയാണത്. ദിവസം 5 മണിക്കൂറോളമാണ് ഏതായാലും ഇഡി കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ഇഡിയുടെ ശ്രമം. എന്നാൽ നിർണായക തെളിവുകൾ എന്തെങ്കിലും ലഭിച്ചോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കൂടാതെ ഇന്ന് കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ദേശീയ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. എല്ലാ മുതിർന്ന ഘടകകക്ഷി നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. മമതാ ബാനർജിക്ക് പകരം പാർട്ടിയുടെ മുതിർന്ന നേതാവ് TMCയെ പ്രതിനിധീകരിക്കും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകും. പ്രതിപക്ഷ പാർട്ടികൾക്കും നേതാക്കൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ കടുപ്പിക്കുന്നതിനിടെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും ശക്തി പ്രകടനമാണ് ഡൽഹിയിൽ നടക്കുന്നത്. ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി രാവിലെ 10 മുതലാണ് ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 2 മണി വരെ രാംലീല മൈതാനത്ത് നടക്കുന്ന റാലിയിൽ 28 പാർട്ടികൾ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയാണ് ആദ്യം റാലി പ്രഖ്യാപിച്ചതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമാക്കാതെ സഖ്യത്തെ
സഖ്യത്തിന്റെ കൂട്ടായ പ്രതിരോധമെന്ന ധാരണയിലേക്ക് പിന്നീട് നേതാക്കളെത്തി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് ഒട്ടേറെ നേതാക്കളും ജയിലിലാണ്. അതേസമയം റാലി കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ തന്നെയാണെന്നാണ് AAP മന്ത്രി സൗരഭ് ഭരദ്വാജ് കോൺഗ്രസിനെ അറിയിച്ചത്. ജനവികാരം തിരിച്ചറിഞ്ഞാണ് പ്രക്ഷോഭമെന്നും അദ്ദേഹം അറിയിച്ചു. സുനിത കേജ്രിവാൾ റാലിയിൽ പങ്കെടുക്കുമെന്നും അരവിന്ദ് കേജ്രിവാളിന്റെ സന്ദേശം വായിക്കുമെന്നും AAP വക്താവ് പ്രിയങ്ക കക്കർ പറഞ്ഞു. ഇന്ത്യ സഖ്യം നടത്തുന്ന മഹാറാലിയുടെ പശ്ചാത്തലത്തിൽ രാംലീല മൈതാനിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മൈതാനത്തേക്ക് കടക്കുന്നതിനായി പോലീസ് 7 കവാടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം VIP-കൾക്കും ഒരെണ്ണം മാധ്യമ പ്രവർത്തകർക്കും വേണ്ടിയാണ്. ട്രാക്ടറുകൾ എത്തിക്കരുത്, മാർച്ച് നടത്തരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് പോലീസ് പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. 20,000 പേർക്കാണ് അനുമതി നൽകിയതെങ്കിലും 30,000-ലധികം ആളുകൾ എത്തുമെന്ന് പോലീസ് തന്നെ പറയുന്നു. 1,00,000-ലേറെ ആളുകൾ എത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. BJP, ആം ആദ്മി പാർട്ടി, CPM എന്നിവയുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ദീൻ ദയാൽ ഉപാധ്യായ മാർഗിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാംലീല മൈതാനത്ത് പുറത്തേക്ക് റാലി അനുവദിക്കില്ല. നിബന്ധനകൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.